പവിത്രനെ കൊല്ലാൻ നിഖിൽ ശ്രമിച്ചുവെന്ന് പോലീസിൽ പരാതി കൊടുക്കാൻ നോക്കിയത്. നിസ്സാര കേസൊന്നുമല്ല, വധശ്രമമാ. ആ കേസും കൊണ്ട് പോലീസും കൊണ്ട് വരട്ടെ. എല്ലാം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അങ്ങനെ നോക്കിയാലേ പവ്യങ്ങളിന്റെ പേരില വധശ്രമത്തിന് കേസ് കൊടുക്കേണ്ടത്. ഏതെങ്കിലിനെ തല്ലിയതിന്. ഏട്ടത്തിയോട് ഞാൻ ഇനി എന്ത് പറയുന്ന എന്റെ പേടി. പോലീസും കേസും ഒക്കെ ആയാ ഈ കല്യാണം തന്നെ നടന്നു വരില്ല. ചെറുക്കനെ പരദേവതയുടെ മുമ്പിലല്ല, കോടതിയില് മജിസ്ട്രേറ്റിന്റെ മുമ്പിലാ കൊണ്ട് നിർത്തേണ്ടത്. ഓർത്തിട്ട് എനിക്ക് ടെൻഷൻ കൂടി. ബിപിയുടെ ഗുളിക എടുത്ത് കഴിച്ചു. എന്നിട്ടാണേ തലവേദനയ്ക്ക് ഒരു കുറവുമില്ല. പാവ ഏട്ടത്തി. ഇവിടെയും നാട്ടിലും ഒക്കെ ആയി കണ്ട ജ്യോത്സ്യന്മാരുടെ മുമ്പിലും അമ്പലത്തിലും പ്രാന്ത് പിടിച്ച് ഓടി നടക്കുക. എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങൾക്ക് ഒന്ന് അവസാനിച്ച് കിട്ടാൻ. അതിനിടയില നിങ്ങളുടെ ഒരു തമ്മിത്തല്ല്. നല്ല ചായ, അതുകൊണ്ടാ. എന്റെ തല പൊളിയാ. അത് മാറാനാ തന്നെത്താനെ വന്ന ഒരു ചായ ഇട്ടത്. അത് കുടിക്കാനെ സമ്മതിക്കില്ലേ? ഇങ്ങോട്ട് തന്നെ കഴിക്കാതെ. ഇങ്ങോട്ട് താടി. എല്ലാം ദുസ്സൂചനയാണല്ലോ ദേവി. കല്യാണം ആലോചിച്ചുറപ്പിച്ചപ്പോ തന്നെ പവിത്രൻ ആശുപത്രിയിലായി. ഇപ്പൊ കണ്ടില്ലേ, തലവേദന തീർക്കാൻ ചായ ഇട്ടു. ഇനി ഈ കുപ്പിച്ചില്ലെല്ലാം പറക്കി തറയും തുടയ്ക്കണം. കൃഷ്ണ, എന്താ ഈ വീട്ടിൽ മാത്രം ഇത്രയും പ്രശ്നങ്ങള്? ഒന്നും അവസാനിക്കുന്നില്ലല്ലോ. എല്ലാം അവസാനിക്കും അമ്മേ. നാളെങ്കിൽ നാളെ ഇവിടെ ഒരു ജോലിക്കാരി നിർത്തിയേ പറ്റൂ. അതിനൊരു തീരുമാനം ഉണ്ടായിട്ട് മതി അമ്മ ഇനി അടുക്കള കയറുന്നത്. അത് നീയാണോ തീരുമാനിക്കുന്നത്? പവിത്രന് വലുതായിട്ടൊന്നും സംഭവിക്കാതിരുന്നത് നിന്റെയൊക്കെ ഭാഗ്യം. അന്ന് കഴിക്കാൻ തന്ന ടാബ്ലറ്റ് എനിക്ക് ഒന്ന് മാറ്റി തരുമോ ഡോക്ടർ? എങ്ങനെയുണ്ട്? പെയിനിപ്പോ കുറവുണ്ടോ? ഒരു കുറവുമില്ല. വയറിന്റെ പെയിൻ കൂടാതെ ഇപ്പോ മെന്റൽ സ്ട്രെയിനും ആയി. എന്റെ ഹസ്ബൻഡ് രൂപേഷ്, എന്നെക്കാൾ അദ്ദേഹത്തിനായിരുന്നു ഒരു കുഞ്ഞിനെ വേണമെന്നുള്ള തിടുക്കം. ഞാൻ ഒരിക്കലും അമ്മയാവില്ലെന്ന് അദ്ദേഹത്തോട് പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷെ ആ മുഖം കാണുമ്പോ എനിക്കിത് പറയാൻ കഴിയുന്നില്ല. ഇത് കേട്ട ആ മനസ്സിന് അത് താങ്ങാനുള്ള ശേഷിയില്ലെങ്കിലോ എന്ന് ഞാൻ സംശയിച്ചു. ഇതിപ്പോ ഞാൻ അനുഭവിച്ചാൽ മതിയല്ലോ. പിന്നെ ഡോക്ടർ തരുന്ന മരുന്നുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായി എനിക്ക് ഒരമ്മയാവാൻ കഴിഞ്ഞെങ്കിലോ? ഇത്രയൊക്കെ വേദന വന്നിട്ടും ഞാനതെല്ലാം സഹിച്ചതും ആ ഒരു പ്രതീക്ഷയില്ല. പക്ഷെ ഇന്ന് ഞാനൊരു തീരുമാനം എടുത്തു. അദ്ദേഹത്തോട് എല്ലാം തുറന്നു പറയാമെന്ന്. എന്തും വരട്ടെ, അവസാന ശ്രമം എന്നോണം ഡോക്ടറെ കണ്ട് ഒന്ന് ചോദിക്കാന്ന് കരുതി. പറ ഡോക്ടർ, എന്നെങ്കിലും എനിക്കൊരമ്മയാവാൻ കഴിയുമോ? പ്ലീസ് ഡോക്ടർ, പറയണം. ഡോക്ടർ പറഞ്ഞാ മതി. ഉറപ്പില്ലെങ്കിലും അങ്ങനെയൊന്ന് ഡോക്ടറുടെ വായിന്ന് കേട്ട ഞാനിനി പറയണ്ടല്ലോ അദ്ദേഹത്തോട്. അദ്ദേഹത്തെ വിഷമിപ്പിക്കണ്ടല്ലോ. എനിക്ക് ഡോക്ടറെ വിശ്വാസമാണ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനിപ്പോ
നിങ്ങളുടെ ലേറ്റസ്റ്റ് റിസൾട്ട് എടുത്ത് നോക്കിയതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ യൂട്രസിലെ ഒരു പാട പോലത്തെ ആവരണത്തെ പറ്റി. ഒരു കീഹോൾ സർജറിയിലൂടെ അത് പരിഹരിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്കത് ഐ എം സോറി ദർശന, ഐ എം സോറി. ഡോക്ടർ, കൺസൾട്ടിംഗ് ഫീ? അതിപ്പോ വേണ്ട. നിങ്ങൾ ഞാൻ പരിശോധിച്ചതുപോലും ഇല്ലല്ലോ, പിന്നെന്തിനാ? അത് കുഴപ്പമില്ല ഡോക്ടർ, പേടിക്കണ്ട. ഞാൻ സൂയിസൈഡ് ചെയ്യൊന്നുമില്ല. മരുവത്തൂർ വീട്ടിലേക്ക് ഭർത്താവിന്റെ മുറിയിലേക്ക് ചെല്ലുമ്പോ ഞാനൊരു പുഞ്ചിരി എടുത്ത് ചുണ്ടിലൊട്ടിച്ചു വെക്കും. എന്നിട്ട് ചിരിക്കും. ഉള്ളില് കരഞ്ഞുകൊണ്ട് ചിരിക്കാൻ ഡോക്ടർക്കറിയോ? പഠിക്കണം. ഡോക്ടറും ഒരു പെണ്ണല്ലേ, ഒരമ്മയല്ലേ. ചിലപ്പോ അത്യാവശ്യം വന്നേക്കും. ശരി ഡോക്ടർ. ഈശ്വരന്മാരെ, എന്നെ ഇങ്ങനെ പരീക്ഷിക്കരുതേ. വെൽ ഡൺ ഡോക്ടർ. ഇന്ന് ആ മരുന്ന് തന്നെ കഴിക്കാൻ പറഞ്ഞു അല്ലേ? ആ ശരി ശരി. നീ വലിയ കൊമ്പത്തെ ഡോക്ടറൊക്കെ ആയിരിക്കും, പക്ഷെ കാണിച്ചത് ശുദ്ധ തെമ്മാടിത്തര. എനിക്ക് അയക്കാനുള്ള മെസ്സേജ് എന്തിനാ നീ രൂപേഷിന്റെ ഫോണിലേക്ക് അയച്ചത്? അവന്റെ ഭാര്യ അവനെ ചതിച്ചു എന്നറിഞ്ഞ അവനത് താങ്ങാൻ പറ്റുമോ? കഷ്ടകാലത്ത് ഞാൻ ഹോസ്പിറ്റലിലായിപ്പോയി, നിന്നെ വിളിക്കാനും പറ്റിയില്ല. എനിക്കാണ് ആ മെസ്സേജ് കിട്ടിയിരുന്നതെങ്കിൽ അവനൊരു ഷോക്ക് ഉണ്ടാവാത്ത രീതിയിൽ ഞാനതിന് പരിഹാരം കണ്ടേനെ. ഇതിപ്പോ അവനാകെ തകർന്നു പോയി കാണും. വലിയ ശരീരം ഉണ്ടെന്നേ ഉള്ളൂ, അവന്റെ മനസ്സ് വെറും സോഫ്റ്റാ. ആ ശരി തന്നെ, നീ പറയുന്നതൊക്കെ ശരി തന്നെ. ഒരു ഭാര്യയും ഒരു ഭർത്താവിനോടും ഈ ചതി ചെയ്യരുത്.